ചന്ദ്രൻ്റെ കളങ്കം പോലെയാണ് PC ജോർജും PJ ജോസഫും ഇടതു മുന്നണിയിലെന്നാണ്. താങ്കൾ കരുതുന്നുണ്ട് ഇവർ പോയി കഴിഞ്ഞാൽ ഇടതു മുന്നണി ചന്ദ്രനെ പോലെ അങ്ങ് വിളങ്ങുമെന്ന്? ഇല്ലല്ല, കേരള കോൺഗ്രസ് ഒരുപാട് ആളുകൾ ധരിച്ചിരിക്കുന്നത് പോലെ ഒരു ക്രിസ്ത്യാനിയുടെ പാർട്ടിയല്ല. അത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും അതിൻ്റെ സാമന്ത രൂപതകളുടെയും അംഗങ്ങളായ സുറിയാനി കത്തോലിക്കരുടെയും അവർ കുടിയേറിപ്പാർത്ത സ്ഥലങ്ങളിലുള്ള അവരെ സന്തതി പരമ്പരകളുടെയും മാത്രം കക്ഷിയാണ്. അതുകൊണ്ടാണ് PJ ജോസഫിന് KM ജോർജിന് പോലും ആ പാർട്ടി കൊണ്ടുനടക്കാൻ സാധിക്കാതെ പോകുന്നത്. കാരണം അതിൻ്റെ കോർ ബെൽറ്റ് എന്ന് പറയുന്നതിന് പുറത്ത് കോതമംഗലത്തുകാരനും മൂവാറ്റുപുഴക്കാരനും ഒക്കെ. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരള കോൺഗ്രസ് വന്ന കാലത്ത് അതിൽ എന്ത് ന്യായം പറയാനുണ്ടായിരുന്നെങ്കിലും ഇപ്പം അതിന് നിലനിൽക്കാൻ ഒരു ന്യായവുമില്ല. കേരള കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന് അവർ കോൺഗ്രസ്സിൽ ലയിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ പക്ഷേ അങ്ങനെ നിന്നാൽ ഇപ്പം മന്ത്രിമാരാകുന്നവരും വീണ്ടും വീണ്ടും മന്ത്രിമാരാകുന്നവരുമായ പല ആളുകളും മാറി നിൽക്കേണ്ടി വരും. പക്ഷേ അതിനെ വേറൊരു വശം ആലോചിച്ചാൽ കോൺഗ്രസ്സിലായിരുന്നുവെങ്കിൽ KM മാണി ഉമ്മൻചാണ്ടിക്ക് മുമ്പേ മുഖ്യമന്ത്രിയായേനെ. മാണിക്കാണ് നഷ്ടം ഉണ്ടായത് വാസ്തവത്തിൽ. മാണിക്ക് വേറെ ഈ ചെറിയ കുളത്തിലെ വലിയ തവളയാകുന്നത് വലിയ കുളത്തിലെ ചെറിയ തവളയാകുന്നതിനേക്കാൾ ഭേദമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കുമെന്നല്ലാതെ. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഇപ്പം ചെയ്യേണ്ടത് അവർ കോൺഗ്രസ്സിൽ ലയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് അവരെല്ലാവരും ഒരുമിച്ച് വേണം ലയിക്കാനായി. താങ്കൾ ഇടതുമുന്നണിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഇവരെ പോലെയുള്ള ആളുകൾ മാറിയാൽ ഇടതുമുന്നണിയുടെ മുഖം കുറച്ചുകൂടെ നന്നാവും എന്ന അർത്ഥത്തിലാണ് താങ്കളെന്ന് പറഞ്ഞത്. അതെ, അത് ഇടതുമുന്നണിയെക്കുറിച്ച് ഞാൻ ആ പറഞ്ഞ അഭിപ്രായം ശരി. കാരണം അതിനകത്തൊരു അബദ്ധമല്ല. EMS നമ്പൂതിരിപ്പാട് 1969 രാജിവെച്ച് രാജ്ഭവനിലേക്ക് നടന്നപ്പോൾ മുതൽ ആരംഭിച്ച ചരിത്രത്തിൻ്റെ വഴിത്താരയിൽ വന്നൊരു പരാജയമാണ് കേരള കോൺഗ്രസ് ഇപ്പോഴും ഇടതുമുന്നണിയിലുണ്ടെന്നുള്ളത്. കാരണം അന്ന് EMS ഇവിടെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം രാജിവെച്ചത്. 80-ലാണ് തുടക്കം കുറിച്ചു. 82-ലെ തെരഞ്ഞെടുപ്പോടുകൂടി അത് സാധിച്ചു. അതാണ് കേരള കോൺഗ്രസിനെ ഇപ്പുറത്ത് എടുത്തപ്പോൾ നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് കേരള കോൺഗ്രസിന് വാസ്തവത്തിൽ ഇടതുമുന്നണിയിൽ സ്ഥാനമില്ല. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി, CPI, RSP അവരൊക്കെയാണ് അവിടെ ഇരിക്കേണ്ട ആളുകൾ. അതാണ് EMS സ്വപ്നം കണ്ട ഇടതുമുന്നണി. ബാബു പോൾ എന്ന് പറയുന്ന ആൾക്ക് കുറച്ച് ഈഗോ ഉള്ള ആളാണ് എന്ന് താങ്കൾ സമ്മതിക്കുമോ? അല്ല, അത് എനിക്ക് ഈഗോ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും വേണ്ടാത്തത് സംഭവിച്ചതായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് വേണ്ടാത്തതൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം, പണ്ട് R ശങ്കർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത്, ഒരു കസേരയും എന്നേക്കാൾ വലുതല്ല, ഞാൻ എവിടെ ഇരിക്കുന്നു അതാണ് ഹെഡ് ഓഫ് ദ ടേബിൾ. ആ അഹങ്കാരം ഉള്ളതുകൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ, ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. താങ്കളുടെ ഈ വേദശബ്ദ രത്നാകരം ഒരു 9 വർഷത്തെ താങ്കളുടെ നിഷ്ഠയുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. താങ്കൾ ഉദ്ദേശിച്ച അത്ര ഒരു ശ്രദ്ധ അതിന് കിട്ടിയോ? അതിന് ശ്രദ്ധ കിട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. 8000 കോപ്പിയോളം ചിലവായി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഒരു പുസ്തകം ഒരു പ്രത്യേക പ്രചാരണവും കൂടാതെ ഇതുപോലെ ചിലവാവുക എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഇപ്പം DC ആയിരുന്നു ആ പുസ്തകം ഇറക്കിയിരുന്നെങ്കിൽ ആ 8000-ൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 20,000 പുസ്തകമായേനെ. മനോരമ പബ്ലിഷിംഗ് ആണെങ്കിലോ, മനോരമ അത് എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴും ആ പുസ്തകം ആളുകൾ കേട്ടറിഞ്ഞ് വായിച്ചുകൊണ്ടിരിക്കുക. എനിക്കിപ്പോഴും ആളുകൾ ചോദിക്കുക ആ പുസ്തകം എവിടെ കിട്ടുമെന്ന്. 97 പുറത്തിറങ്ങിയ പുസ്തകം എവിടെ കിട്ടുമെന്ന് ചോദിച്ച് ഗ്രന്ഥകർത്താവിൻ്റെ അടുത്ത് അന്വേഷിക്കണമെങ്കിൽ പ്രസാധകൻ പരസ്യം കൊടുക്കുന്നില്ല എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ താങ്കളുടെ ഈ ഭാര്യ മരിച്ചതിന് ശേഷമുള്ള ഒരുതരം ഏകാന്ത ജീവിതം, അപ്പോൾ അതിലിങ്ങനെ വെറുതെ ഉണ്ടാകുന്ന ചിന്തകൾ മൂലമാണോ ഇങ്ങനെ മരണഗീതിക എഴുതി വെക്കുക, മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടതെന്ന് പറയുക, ഏത് ബൈബിളാണ് കൂടെ വെക്കേണ്ടതെന്ന് പറയുക? അത് പിന്നെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും ജീവിതത്തിലെ അവസാന ദിവസമാണെന്ന് കരുതി ജീവിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വയസ്സ് 10-60 എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ കുറിച്ച് വയ്ക്കും. ഏത് തരത്തിലുള്ള ശവപ്പെട്ടി വേണം, എവിടെ വേണം എന്നെ അടക്കാൻ, പൊതു കുഴിയിലാണ് എന്നെ ഇടേണ്ടത്, ശവദാഹമാണ് എനിക്കിഷ്ടം, ഇനി അതിന് സഭയ്ക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ ഒരു പൊതു കുഴിയിലാണ് എന്നെ ഇടേണ്ടത്, കുടുംബക്കല്ലറയിൽ ഇനി രണ്ടാമത് പൊളിക്കേണ്ടത്, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വർത്തമാനം പറയാൻ നോക്കൂ. ഇപ്പം തോന്നുമ്പോൾ പറഞ്ഞു വയ്ക്കണം. തീർച്ചയായിട്ടും ഈ ഏകാന്തത ബാധിക്കാതെ വളരെ സജീവമായ ഒരു ജീവിതം തന്നെ താങ്കൾക്ക് മുന്നോട്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.